തലം മാത്രം വിടർന്നൊരു ചെമ്പനി മുകുളമായി നീ എൻ്റെ മുന്നിൽ നിന്നു. ഒരു തലം മാത്രം വിടർന്നൊരു ചെമ്പനി മുകുളമായി നീ എൻ്റെ മുന്നിൽ നിന്നു. തരളകപോലങ്ങൾ നുള്ളി നോവിക്കാതെ കഴുകാതെ ഞാൻ നോക്കി നിന്നു. തരളകപോലങ്ങൾ നുള്ളി നോവിക്കാതെ കഴുകാതെ ഞാൻ നോക്കി നിന്നു. ഒരു തലം മാത്രം വിടർന്നൊരു ചെമ്പനി മുകുളമായി നീ എൻ്റെ മുന്നിൽ നിന്നു. കൂടുകൾക്കുള്ളിൽ കുറുകിയിരിക്കുന്നു മോഹങ്ങൾ. കൂടുകൾക്കുള്ളിൽ കുറുകിയിരിക്കുന്നു മോഹങ്ങൾ. പറയാതെ കൊക്കിൽ ഒതുക്കിയതെല്ലാം വിരലിൻ്റെ തുമ്പിൽ തുടിച്ചു നിന്നു. പറയാതെ കൊക്കിൽ ഒതുക്കിയതെല്ലാം വിരലിൻ്റെ തുമ്പിൽ തുടിച്ചു നിന്നു. ഒരു തലം മാത്രം വിടർന്നൊരു ചെമ്പനി മുകുളമായി നീ എൻ്റെ മുന്നിൽ നിന്നു. തരളകപോലങ്ങൾ നുള്ളി നോവിക്കാതെ കഴുകാതെ ഞാൻ നോക്കി നിന്നു. ഒരു തലം മാത്രം വിടർന്നൊരു ചെമ്പനി മുകുളമായി നീ എൻ്റെ മുന്നിൽ നിന്നു. വർണ്ണമായി ഒരു മൺചുമരിൻ്റെ നീറുകയിൽ നിന്നെ ഞാൻ ഒരു പൊൻതിടമ്പായെടുത്തു വച്ചു. ഒരു മൺചുമരിൻ്റെ നീറുകയിൽ നിന്നെ ഞാൻ ഒരു പൊൻതിടമ്പായെടുത്തു വച്ചു. ആ ഒരു തലം മാത്രം വിടർന്നൊരു ചെമ്പനി മുകുളമായി നീ എൻ്റെ മുന്നിൽ നിന്നു. ഭയങ്കര രസമായിരുന്നു രാജീവ് സാർ. സ്ട്രേറ്റ് 1960s 70s ജനിക്കേണ്ട ആളാണ്. ദ ബെസ്റ്റ് ടൈം ഓഫ് മലയാളം മ്യൂസിക്. ഐ തിങ്ക് വളരെ ഭംഗിയായി പാടി. ആൻഡ് ഓൾസോ ദ ട്യൂൺ ഇസ് സോ യുണീക്ക് ആൻഡ് ദ ഫീൽ ആൻഡ് ദ പേസ് യു ആർ ഹാവിങ്. വെപ്രാളമില്ലാണ്ട് ഒരു ഇറ്റ്സ് എ ഡിഫറെൻറ്റ് മൂഡ് ദിസ് സോങ്. ഐ തിങ്ക് ഇറ്റ്സ് മോർ ഓൾഡ് വേൾഡ് ആൻഡ് ഫാന്റാസ്റ്റിക്. നന്നായിട്ട് നിന്ന് ഇത്തിരി കൺട്രോൾ ചെയ്ത് അല്ലേ, എപ്പോഴും പറഞ്ഞ പോലെ ഓപ്പൺ ആയിട്ടല്ലല്ലോ പാടിയത്. എൻ്റെ മോനെ അതിൻ്റെ അപ്രോച്ച് വേറെ ആയിരുന്നു. എനിക്ക് തോന്നിയത് തരാം മോനെ, ഈ എല്ലാവരും നമ്മൾ ഈ സംഗതിയുള്ള പാട്ടുകൾ പ്രയാസം എന്ന് പറയുന്ന സമയത്ത് ഈ പ്ലെയിൻ നോട്ട്സ് പാടാനും അത്രയും ഡിഫിക്കൽട്ടാണ്. ഇത് നോക്കുമ്പോൾ ഒരു തലം മാത്രം അവിടെയൊക്കെ എനിക്ക് തോന്നുന്നു ചില സ്ഥലത്തൊക്കെ ഒരു കൺട്രോൾ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ചെറിയൊരു വിറ തോന്നി ചില സ്ഥലത്തൊക്കെ കേട്ടോ. ആ ഒരു പ്ലെയിൻ നോട്ട്സ് പാടുന്ന ചെമ്പനീർ മുകുളം, പിന്നെ തിടമ്പെടുത്തു വെച്ചു അവിടെയും ചെറുതായിട്ട്. പിന്നെ അതുപോലെ ലാസ്റ്റ് ഒരു ആലാപ്പ് പാടിയില്ലേ,
അതിന്റെ തുടക്കത്തെ പോർഷൻ മാത്രം ഇതുപോലെ ഈ പറഞ്ഞ മാതിരി ഒരു കുറച്ച് സ്റ്റഡി അല്ലാത്തൊരു ഫീലിംഗ് തോന്നി. ബാക്കി അങ്ങോട്ട് വളരെ നല്ല രസമുണ്ടായിരുന്നു. ടയർഡ്നെസ് ഫീൽ ചെയ്തു ശബ്ദത്തിൽ. അതിൻ്റെ ആണോ ഈ വിറ വന്നതെന്ന് അറിഞ്ഞുകൂടാ. അതോ നീ കൺട്രോൾ ചെയ്ത് പാടിയതിൻ്റെ ആണോ? ഒരു പാടിയത് പിന്നെ എനിക്കൊരു കോൾഡ് ഉണ്ട് അല്ലേ? കോൾഡ് ഉണ്ട് ആക്ച്വലി. വിച്ചേട്ടാ ഇന്ന് രാവിലെ എനിക്ക് അങ്ങനെ തോന്നുന്നു, എനിക്ക് വീണ മരുന്ന് കൊടുത്തിട്ടുണ്ട്. ഇപ്പം അതിന്റെയാണ് കോൾഡ് കൂടിയോ? നല്ല ശബ്ദമായിരുന്നു. വീണയുടെ മരുന്ന് കഴിച്ചു അപ്പൊ പോയതാ. ദാസാറിന്റെ ശബ്ദം പോലെ ഇരുന്ന പയ്യനെ. ചേച്ചി കുട്ടിയായിരിക്കുമ്പോഴൊക്കെ അമ്മ ടീച്ചർ പഠിക്കാൻ വീട്ടിൽ പോയില്ലേ, ആ സമയത്തൊക്കെ ദാസാറിനെ അങ്ങനെ കണ്ടിട്ടുണ്ടോ? ദാസേട്ടനെ ഞാൻ അവിടെ അങ്ങനെ ഇല്ല, കണ്ടിട്ടില്ല. രാധാകൃഷ്ണൻ Recording സാറിന്റെ വന്നിട്ട് അടുത്ത് ഇല്ല. എന്നെ ആദ്യമായിട്ട് ദാസേട്ടനെ കാണിച്ചിരുന്ന രാധാകൃഷ്ണൻ ചേട്ടനാണ്. ആറ്റുകാല അമ്പലത്തില് കച്ചേരി പാടാൻ വന്ന സമയത്താണ് രാധാകൃഷ്ണൻ ചേട്ടൻ എന്നെ ഇങ്ങനെ പൊക്കി എടുത്ത് കൊടുത്തിട്ട് ഞാൻ ഭയങ്കര കുഞ്ഞായിരുന്നു, വളരെ ചെറുതായിരുന്നു. ചേച്ചി ചെറിയ കുട്ടിയാകുമ്പോ നല്ല കുറുമ്പുണ്ടായിരുന്നു. ചേച്ചി മരത്തിലൊക്കെ കയറുമ്പോഴല്ലേ നമുക്ക് ആലോചിക്കാൻ പറ്റുമോ? പത്മഭൂഷൺ ഡോക്ടർ കേസ്, പത്മഭൂഷൺ ഡോക്ടർ കേസ് ഇവിടെ. അപ്പൊ നമ്മുടെ നിൽക്കുകയാണ്, മോനൂട്ടം നിൽക്കുകയാണ് ഇവിടെ. സൂര്യയുടെ മാർക്സ്. Super Marks 98.